അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളി തണ്ടർ കോക്കനട്ട് സ്പെഷ്യൽ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം MJ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അടിക്കാൻ പോകുന്നത് തണ്ടർ കോക്കനട്ട് ഷെയ്ക്കാണ്. ഒരു അടിപൊളി തണ്ടർ കോക്കനട്ട് ഷെയ്ക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ അടിപൊളി തണ്ടർ കോക്കനട്ട് ഷെയ്ക്ക് അടിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തണ്ടർ കോക്കനട്ട് ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി ഇളനീർ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ എടുത്തിട്ടുണ്ട്, പിന്നെ ഐസ് പാൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യലായിട്ട് മാംഗോയാണ് എടുത്തിട്ടുള്ളത്. ഒരു മാംഗോ തണ്ടർ കോക്കനട്ട് കോംബോയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കോൺഫ്ലെക്സ്, കുറച്ച് ഏലക്ക, കറാമ്പൂ ഒക്കെ പൊടിച്ചതിൻ്റെ പൊടി, അതിൻ്റെ കൂടെ തന്നെ ഇളനീറിൻ്റെ കുറച്ച് വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഐസ്ക്രീമും ഉണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് അടിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അടിക്കാൻ പോകുന്നത് മാംഗോയാണ്. അപ്പോൾ മാംഗോ ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിന് വേണ്ടിയിട്ട് 2 സ്പൂണ് ഷുഗർ ആദ്യം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മാംഗോയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പകുതി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇളനീറിൻ്റെ കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ ഐസ് ക്യൂബും ഇട്ട് കൊടുത്തിട്ടുണ്ട് തണുപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ മാംഗോ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ മാംഗോ നമ്മൾ നല്ലതുപോലെ മിക്സിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒരു 1/3 ഭാഗമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമുക്ക് കോക്കനട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ തണ്ടർ കോക്കനട്ട് അടിക്കുകയാണ്, ഇളനീർ അടിക്കുകയാണ്. അത് 2 സ്പൂണ് ഷുഗർ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച തണ്ടർ കോക്കനട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് തണുപ്പും കൂടി ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഐസ് പാലാണ് യൂസ് ചെയ്യുന്നത്. ഷേക്കാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ഐസ് പാൽ നിർബന്ധമാണ്. അപ്പോൾ ഐസ് പാൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഒരു ഗ്ലാസ്സിനാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐസ് പാൽ മതി. ഇനി കുറച്ച് ഇളനീരിൻ്റെ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഇളനീരിൻ്റെ വെള്ളം ഞാൻ നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് രുചിക്ക് വേണ്ടിയിട്ടാണ്, ഇളനീരിൻ്റെ രുചി ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾക്ക് മാംഗോൻ്റെ പീസ്, നമ്മൾ എടുത്ത് വെച്ച മാംഗോൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഏലക്കയൊക്കെ പൊടിച്ചത്, അത് ചെറിയ ഒരു വളരെ കുറച്ച് മാത്രം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ശരിക്കും അടിച്ചെടുക്കാം മിക്സിയിൽ. അപ്പോൾ നമ്മുടെ ഷെയ്ക്കൊക്കെ അടിച്ചായിട്ടുണ്ട്. നമ്മളിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ കാണിച്ചതുപോലെ തന്നെ അത് രണ്ടും മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്ട്രോബെറിയുടെ ക്രീം ഒഴിച്ചു കൊടുക്കാം, വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ക്രിസ്പി ആയിട്ട് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലെക്സ് അത് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ക്രിസ്പി ആയിട്ടൊന്ന് കടിക്കാൻ നല്ല രസത്തിന് വേണ്ടിയിട്ട് കുറച്ച് അധികം കോൺഫ്ലെക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ സ്ട്രോബെറിയുടെ ഐസ്ക്രീം സ്കൂപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലും കുറച്ച് കോൺഫ്ലെക്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയുടെ പീസ് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് സ്ട്രോബെറിയുടെ ക്രീം ഒന്നുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രോ വേണം. അപ്പോൾ സ്ട്രോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടിപൊളി സ്പെഷ്യൽ തണ്ടർ കോക്കനട്ട് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ നിങ്ങളുടെ സ്വന്തം MJ. ഗുഡ് ബൈ.